ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ 2021 യൂണിയൻ VBSൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസം വളരെ സന്തോഷപ്രദമായി VBSൽ നമുക്ക് സംബന്ധിപ്പാനും പാട്ട് പഠിക്കാനും കർത്താവ് നമ്മുടെ രക്ഷകനും സ്നേഹിതനുമാണെന്നുള്ള കാര്യം ജീവിതത്തിൽ ഉറപ്പാക്കുവാനും ഇടയായി. അത് ദൈവത്തിന് വലിയ കരുണയാണ്. നമുക്കറിയാം, ഈ സാഹചര്യം, ഇന്നത്തെ അന്തരീക്ഷം വളരെ കലുഷിതമാണ്. മനുഷ്യർ എങ്ങനെ ജീവിക്കണം, മുമ്പോട്ട് എങ്ങനെ ആയിത്തീരണമെന്ന ഒരു ചിന്തയും അവർക്ക് ലഭിക്കുന്നില്ല. അവരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയിരിക്കുക. ദൈവം സൗജന്യമായി തന്ന ജീവശ്വാസം, അതിൻ്റെ വില ഇപ്പോഴാണ് മനുഷ്യരൊക്കെ മനസ്സിലാക്കുന്നത്. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ ആ ജീവശ്വാസത്തിൻ്റെ പ്രാധാന്യം ദൈവം സൗജന്യമായി തന്നു. ആ സൗജന്യമായി തന്ന ജീവശ്വാസത്തിൻ്റെ വില എത്രമാത്രം വലുതാണെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യം നമ്മളൊക്കെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യരുടെ എല്ലാ പ്രയത്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ആർക്കും ഒരു രക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ യേശുപ്പച്ചൻ നമ്മളോട് പറയുന്നു, ഞാൻ നിൻ്റെ സ്നേഹിതനാണ്, ഞാൻ നിൻ്റെ രക്ഷകനാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം, ഒരേ ഒരു ജീവൻ യേശുപ്പച്ചൻ മാത്രമാണ്. അതൊന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. ആ സ്നേഹമേറിയ മുഖം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മക്കളെ എന്നുള്ള വിളി കേൾക്കാൻ, മോനെ എന്നുള്ള വിളി കേൾക്കാൻ, മോളെ എന്നുള്ള വിളി കേൾക്കാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ടതായ സമയമാണ്. നമ്മുടെ യൂണിയൻ VBSൻ്റെ സമാപന സമർപ്പണ ദിവസത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. സമർപ്പണ ദിവസത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. അതിനു മുമ്പേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ നയിച്ച നമ്മുടെ സ്നേഹിതരുണ്ട്, നമ്മുടെ അച്ഛന്മാരുണ്ട്. നമ്മുടെ അച്ഛന്മാരെ 3 പേരെയും പ്രത്യേകമായി ഓർക്കുന്നു, നന്ദി പറയുന്നു. VBSന് എല്ലാ പിന്തുണയും തന്ന് കൂടെ നിന്ന് നമുക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ തന്ന അച്ഛന്മാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് ക്ലാസ് എടുത്ത് നമ്മളെ സഹായിച്ച CFൻ്റെ ബിബി സാറിനെ പ്രത്യേകമായി ഓർത്ത് നന്ദി പറയുന്നു. അതെ, വളരെ ഹൃദ്യമായ രീതിയിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തന്നു, നമ്മളെ കൊണ്ട് പ്രതികരിപ്പിച്ചു. നമുക്കതിൽ ഭാഗവാക്കാകുവാൻ ഇടയായി. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓർഗൻ വായിച്ച് നമ്മളെ സഹായിച്ച നമ്മുടെ ക്രിസ്റ്റി സാറിനെ നമുക്ക് ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ നമ്മുടെ ചേച്ചിമാർ, അച്ചാച്ചന്മാർ, സാറന്മാരൊക്കെ VBSൻ്റെ പ്രവർത്തനത്തിൽ നമ്മെ ഒത്തിരി സഹായിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം ഇതിന് റെക്കോർഡിങ്ങിൽ സഹായിച്ച് നമ്മുടെ അച്ചാച്ചന്മാരുണ്ട്. അവരെ പ്രത്യേകമായി ഓർക്കണം. അവരുടെ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് യാഥാർത്ഥ്യമായി തീരുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. പിന്നെ സാമ്പത്തികമായി സഹായിച്ച നമ്മുടെ സൺഡേ സ്കൂൾ 3 പള്ളികൾ, നിലമ്പേരു സെൻറ്റ് ജോർജ് കനാനായപ്പള്ളി, സെൻറ്റ് മേരീസ് സൂനൂർ പുത്തൻപള്ളി, മൊർഗ്നാറ്റ്യൂസ് കനാനായപ്പള്ളി, തകടിപ്പള്ളി, ഈ 3 പള്ളികളുടെയും സൺഡേ സ്കൂളുകൾ വളരെ ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പരിശ്രമിച്ചു. ഇതിനു വേണ്ടുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ അവർ നൽകിത്തന്നു. അതുകൂടാതെ മറ്റു പലരും ഇതിനെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വന്നു. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഒരവസരം തന്നല്ലോ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് മഹത്വം കരയറ്റാം. അതുപോലെ ഇന്ന് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതായ ദിവസം, ആ സമർപ്പണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യഥാർത്ഥമായും നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവികമായ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യേശു എൻ്റെ രക്ഷകനും സ്നേഹിതനുമാകുന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.
കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 ദിവസം കർത്താവ് ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവെ, ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വേലയുടെ അപ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. കർത്താവിൻ്റെ വേല എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്നു, കർത്താവിനെ സ്തുതിക്കേണ്ടത് എത്രമാത്രം ആവശ്യമാണ്, ദൈവം ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, കരുതുന്നു, പരിപാലിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ ഇടയാക്കി. ഇന്ന് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അതിനായി ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സുകളും പാട്ടുകളും എല്ലാം ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം തന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ബി സാറിനെ ഓർത്ത് നന്ദി പറയുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ VBSന്റെ 6ാം ദിവസമല്ലേ? ചില കൂട്ടുകാരുടെ മുഖത്ത് വലിയ സങ്കടമാണല്ലോ. എന്നാ പറ്റി? നമ്മുടെ VBS തീരുന്നത് കൊണ്ടാണോ? എനിക്കും വലിയ സങ്കടമൊക്കെയാ. നമുക്ക് അടുത്ത വർഷമല്ലേ നിങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച പാട്ടുകളൊക്കെ ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ പാട്ട് നമുക്ക് വേഗം പഠിച്ചിട്ട് വരാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ VBSന്റെ 6ാമത്തേതും അവസാനത്തേതുമായ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ച പാട്ടും ആക്ഷനും വാക്യങ്ങളും ഒക്കെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ടല്ലേ? നമ്മുടെ പേരൻസിനും നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരെക്കാളൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന വേറൊരാളുണ്ട്. അപ്പം ആ ആളുടെ സ്നേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പാട്ടിഷ്ടമായോ? അപ്പം ഈ പാട്ടിൽ എന്താണ് പറയണത്? നമ്മുടെ യേശു കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെ പറ്റിയാണ്. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും, നമ്മൾ ഒന്നിനും യോഗ്യനല്ലെങ്കിലും അവൻ നമ്മെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് അവൻ്റെ പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് നമ്മെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ യേശു കർത്താവിനായി സമർപ്പിക്കണം. ഈ പാട്ട് നമുക്കൊന്നുകൂടെ പാടി നോക്കാം. യേശുവിൻ പൈതലായി ഞാൻ ജീവിക്കും. എന്നിൽ എൻ്റെ ജീവനുള്ള കാലമെല്ലാം പാടിടും. യേശുവിൻ സ്നേഹിതൻ പ്രിയനും. യോഗ്യനല്ലെങ്കിലും സ്നേഹത്താൽ വീണ്ടും പൈതലായി തീർത്തതായി പാടും ഞാൻ. യോഗ്യനല്ലെങ്കിലും സ്നേഹത്താൽ വീണ്ടും പൈതലായി തീർത്തതായി പാടും ഞാൻ. പാട്ടെല്ലാവരും പഠിച്ചോ? ഇന്ന് നമുക്ക് ഒരു വാക്യം പഠിക്കാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ
വചനം പഠിക്കാം. നമ്മളെല്ലാവരും പല കാര്യങ്ങളിലും പ്രതികരിക്കാറുള്ളവരാ അല്ലേ? നമ്മൾ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ പേരൻസ് നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, നമ്മൾ പ്രതികരിക്കാറുണ്ടല്ലേ? നമുക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാം? പോസിറ്റീവായിട്ടും പ്രതികരിക്കാം, നെഗറ്റീവായിട്ടും പ്രതികരിക്കാം. നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ പേരൻസ് പറയുന്നത് അനുസരിക്കാറുണ്ട്. അതുപോലെ ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ദൈവത്തോട് ശരിയായ രീതിയിൽ പ്രതികരിച്ച ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകനെ പറ്റി നമുക്കിന്ന് പഠിക്കാം. ആ പ്രവാചകന്റെ പേരെന്താണെന്ന് പഠിക്കണ്ടേ? അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ജനങ്ങളോട് അറിയിക്കുന്ന ആളുകളായിരുന്നു പ്രവാചകന്മാർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രവാചകന്റെ പേരാണ് യെശയ്യാവ്. അതിനു മുമ്പായിട്ട് ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, വിശുദ്ധ ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ടോട്ടൽ 66 പുസ്തകങ്ങളാണ് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ഉള്ളത്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ചേർന്ന് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ മുഴുവൻ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഴയ നിയമ പുസ്തകമായ യെശയ്യാവ് 6-ാം അധ്യായം 8-ാം വാക്യം. യെശയ്യാവ് 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി ഒന്നുകൂടി ഈ ബൈബിൾ വാക്യം പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും ചേച്ചിയുടെ ഒപ്പം തന്നെ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കണം കേട്ടോ. പഴയ നിയമ പുസ്തകമായ യെശയ്യാവ് 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇപ്പം ദൈവം ഒരു കാര്യം ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ആർ പോകുമെന്ന് ദൈവം ചോദിക്കുമ്പോൾ യെശയ്യാവ് എന്ന പ്രവാചകൻ പറയുകയാണ്, ഞാൻ പോകാമെന്ന് ദൈവത്തോട് സമ്മതിക്കുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണല്ലേ? നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു പർപ്പസോട് കൂടിയാണ്, ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ ആ വിളിയോട് പ്രതികരിക്കുന്നവരാവണം നാം ഓരോരുത്തരും. അപ്പം നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ദൈവമില്ല എങ്കിൽ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണല്ലേ? ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ദൈവം വിളിച്ചാൽ ആ വിളിയോട് പ്രതികരിക്കുന്നവരാവണം നാം ഓരോരുത്തരും. അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാകുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? യെശയ്യാ പ്രവാചകൻ അവൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ വാക്യം ഒന്നുകൂടെ ഒന്ന് പറയാം. പഴയ നിയമ പുസ്തകമായ യെശയ്യാവ് 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഹായ് കൂട്ടുകാരെ, നമ്മുടെ VBSന്റെ അവസാന ദിവസമായില്ലേ? കഴിഞ്ഞ 5 ദിവസവും ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്നത്തെ ദിവസം നമ്മുടെ സമർപ്പണ ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. കഴിഞ്ഞ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് ഇന്നത്തെ പാഠം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടെ ഇരിക്കണേ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ VBSലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 ദിവസം നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു അല്ലേ? ഈ ഒരു VBSയിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് യേശു കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 5 ദിവസം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നല്ല പാട്ട് പഠിച്ചു, വാക്യം പഠിച്ചു, യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യേശുവിന് മാത്രമേ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏത് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയാലും നമ്മളെ സഹായിക്കുവാൻ മതിയായവനാണ് യേശു നമ്മൾ മനസ്സിലാക്കി. അവൻ എന്നെയും നിങ്ങളെയും അത്രമാത്രം സ്നേഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കി.
അതുമാത്രമല്ല, അവൻ വാക്കു പറഞ്ഞാൽ അവൻ വാക്കു പാലിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ഈ യേശുവിൻ്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് മനസ്സിലായി. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ VBSൻ്റെ അവസാന ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എല്ലാ കൂട്ടുകാർക്കും കണ്ണടയ്ക്കാം. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ VBSൻ്റെ 6-ാം ദിവസത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 5 ദിവസം യേശു കർത്താവേ, നിൻ്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ VBS നടത്തുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഇടവുകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഈ വർഷത്തെ VBS ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, 200 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു സഞ്ചി ചുമലിലേറ്റിയ ഒരു മനുഷ്യനെ നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ആരായിരിക്കും ഈ മനുഷ്യൻ? എന്തായിരിക്കും ഈ മനുഷ്യൻ്റെ ഈ കയ്യിലുള്ള സഞ്ചിക്കകത്തുള്ളത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ പേര് വില്യം എന്നുള്ളതായിരുന്നു. വില്യമിൻ്റെ നാട് ഞാൻ പറഞ്ഞു, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വില്യം ജനിച്ചത് 1761 ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് വില്യം ജനിച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ച വില്യം ഒരു ടീനേജ് പ്രായത്തിൽ യേശു കർത്താവിനെ തൻ്റെ രക്ഷകനായി കർത്താവായി അംഗീകരിച്ചു. 16 വയസ്സ് പ്രായമായപ്പോൾ അവനൊരു ജോലി കരസ്ഥമാക്കി. എന്തായിരിക്കും അവൻ്റെ ജോലി തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത്? വേറൊന്നുമല്ല, അവന് തുകകൾ മേടിച്ചു കൊണ്ടുവന്ന് ആൾക്കാർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ചെരുപ്പ് തുന്നുന്ന ഒരു ജോലിയായിരുന്നു അവൻ്റേത്. ഒരു കോബ്ലറായിരുന്നു, ഇല്ലേ? ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് കുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും ഏറ്റവും താഴ്ന്ന ഒരു ജോലിയൊക്കെ ആയിരിക്കുന്നുള്ളത്, അല്ലേ? എന്നാൽ അവനെ സംബന്ധിച്ച് ആ ജോലി അവരുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ആ ജോലി അവൻ കരസ്ഥമാക്കി. അവൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുള്ളൊരു മനുഷ്യനായിട്ട് അവൻ ജീവിച്ചു. കാരണം അവൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചകളിൽ ഓരോ ആഴ്ച അവൻ മനോഹരമായ ചെരുപ്പുകൾ തുന്നും, ഈ സഞ്ചിയിലാക്കി അവൻ്റെ അടുത്തുള്ള പട്ടണത്തിൽ കൂടെ സെയിൽ ചെയ്യും, തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് വരും. അവൻ്റെ കുടുംബത്തെ അവൻ പുലർത്തും. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയാണെങ്കിലും ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലാറ്റിൻ, ഗ്രീക്ക്, ഡച്ച്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷകളുള്ള ബൈബിൾ വായിക്കാനുള്ള പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുകയും അതോടൊപ്പം തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആൾക്കാരോട് യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ഈ ചെരുപ്പുകൾ നിർമ്മിക്കുക മാത്രമല്ല, ഞായറാഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ പള്ളികളിൽ പോയി പ്രസംഗിക്കുകയും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം ഉത്സാഹമുള്ള ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു മാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ മാപ്പിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം എല്ലാ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ചെറുപ്പക്കാരനുണ്ടായി. എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ഓരോ രാജ്യങ്ങളെ ചൂണ്ടി ചൂണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ഈ രാജ്യത്തെ ആൾക്കാർ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ദിവസങ്ങൾ കഴിയും, ഓരോ ദിവസവും ഓരോ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്തേക്കൊക്കെ ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ചില വിഷ്ണുമാരെ ദൈവം അയക്കേണ്ടതിനായിട്ട് ഈ ചെറുപ്പക്കാരൻ വില്യം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു, പല രാജ്യങ്ങളിൽ യേശുവിനെ അറിയാത്ത ആൾക്കാരുണ്ട്, ദൈവസ്നേഹം എന്തെന്നറിയാത്ത ആൾക്കാരുണ്ട്. ആ രാജ്യങ്ങളിലേക്കൊക്കെ ചില മിഷണറിമാരെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലീഡേഴ്സ് വില്യമിനോട് പറഞ്ഞു, വില്യം, നിനക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, അത്യാവശ്യം ഈ പള്ളികളിൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്തിനാ വലിയൊരു ഭാരമൊക്കെ എടുത്തു വെക്കുന്നത്? പക്ഷെ വില്യമിനെ സംബന്ധിച്ച് അതിന് ആ രീതിയിൽ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും വില്യമിനെ സംബന്ധിച്ച് അവൻ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ ഈ അധികാരികളായിട്ടുള്ള ആൾക്കാരോട് പറയും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മിഷണറിമാരെ അയക്കണമെന്ന് വില്യം പറയാനായിട്ട് തുടങ്ങി. പല പ്രാവശ്യം വില്യമിന് നിരുത്സാഹപ്പെടേണ്ടതായിട്ടുണ്ട്. ആൾക്കാർ
അവരെ അധൈര്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയാമോ, പല പ്രാവശ്യം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ചില ആൾക്കാർ വില്യമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ വന്ന് വില്യമിനോട് പറഞ്ഞു, വില്യം നീ പറയുന്നത് ശരിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മിഷണറിമാരെ പറഞ്ഞയക്കാനായിട്ട് ഒരു മിഷണറി സൊസൈറ്റി നമുക്ക് സ്ഥാപിക്കാം. അങ്ങനെ ചില ആൾക്കാർ ചേർന്ന് ഒരു മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചു. അപ്പോൾ അവർ തീരുമാനിക്കാൻ നമ്മൾ ഈ സൊസൈറ്റി ആരംഭിച്ചു. നമ്മുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു മിഷണറി ഒരു രാജ്യത്തേക്ക് പോകണം. ആരായിരിക്കും മിഷണറി ആയിട്ട് പോകുന്നത്, ഏത് രാജ്യത്തേക്കായിരിക്കും പോകേണ്ടത് എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഒരാൾ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഡോക്ടറായിട്ട് പോയിരിക്കുന്ന ഒരാളുണ്ട്, ജോൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, ജോൺ തോമസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇന്ത്യയെക്കുറിച്ച് ചോദിക്കാം. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നറിയാമോ, ജോൺ തോമസിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചു. ഇന്ത്യയിലെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പറഞ്ഞു, നമുക്ക് മിഷണറി ആയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ആദ്യത്തെ മിഷണറി ആയിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് അയക്കാവുന്നത്. പക്ഷെ ആരും പോകും, അവരുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് പഠിച്ചൊരു വാക്യമുണ്ടല്ലോ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടും ആർ എനിക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് യെശയ്യാ എന്താ പറഞ്ഞത്, അടിയനില്ല അടിയനെ അയക്കണമെന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ മിഷണറിമാരെ അയക്കണമേ എന്നുള്ളത്. വാസ്തവത്തിൽ അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, ഒരുപക്ഷെ ദൈവം അവരോട് സംസാരിച്ചു കാണുമായിരിക്കാം, നിനക്ക് ഇന്ത്യയിലേക്ക് പോയാൽ എന്നാ. കൂട്ടുകാരെ, ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ വില്യം ദൈവത്തോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ദൈവമേ നീ എന്നെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നുവെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് തയ്യാറാക്കുന്ന വില്യം ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ ഈ അവരുടെ ലീഡേഴ്സിന്റെ അടുക്കൽ വന്നിച്ച് പറയുകയാണ്, ഇന്ത്യയിലേക്ക് ആദ്യ മിഷണറി ആരെ അയക്കും തന്നെ നിങ്ങൾ സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറാണ്. ഇന്ത്യവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു എൻ്റെ തീരുമാനം. ചില ആൾക്കാരൊക്കെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി, എന്നാലും ചില ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ വില്യമിനെ ധൈര്യപ്പെടുത്താനായിട്ട് തുടങ്ങി. അങ്ങനെ വില്യം തൻ്റെ വീട്ടിൽ വന്നു. പ്രിയപ്പെട്ടവരോട് വില്യമിന് ഒരു ഭാര്യ 3 മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പറഞ്ഞു. പക്ഷേ ചർച്ചിലെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇപ്പോഴും നമ്മൾ പള്ളിയിലെ ആൾക്കാർ പറഞ്ഞു, നമ്മളിപ്പോൾ വില്യം ഞങ്ങളെ വിട്ട് പോകുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്, അത് വേണോ എന്നൊക്കെ പല ആൾക്കാർ ചോദിക്കാനായിട്ട് ഇടയായിരുന്നു. പക്ഷേ വില്യം പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോകാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കുമെന്ന് വില്യം അവരോട് പറയാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വരാൻ ചില പ്രയാസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഡോക്ടർ ജോണിൻ്റെ കൂടെ അവരെന്ത് ചെയ്യുന്നറിയാമോ, ഇന്ത്യയിലേക്ക് പോകാനായിട്ട് തുടങ്ങി. 1793 അങ്ങനെ ഒരു കപ്പലിൽ നമ്മുടെ വില്യമിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 3 മക്കളും ഈ ഡോക്ടർ ജോൺ തോമസും കൂടി ഇന്ത്യയിലേക്ക് അവർ യാത്രയായി. ഏത് വർഷമായിരുന്നു? 1793 അവർ യാത്ര ചെയ്തു. അവരുടെ പ്രിയപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞു. അവരെ ഈ വില്യമിനെ എന്ത് ചെയ്യുന്നറിയാമോ, അവരെ വില്യമിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വില്യമിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുക. ഒരു പ്രത്യേക ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് വില്യമിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുക. ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വില്യമിന് മനസ്സിലായി. ദൈവകാരെ വില്യമിനെ കുറിച്ച് മാത്രമല്ല ദൈവത്തിന് പർപ്പസ് ഉള്ളത്. ഈ പറയുന്ന എന്നെക്കുറിച്ചും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളാരും യാദൃച്ഛികമായിട്ട് ഈ ലോകത്തിൽ വന്നതല്ല. നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ ലോകത്തിൽ വന്നത്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, നിന്നെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നീ ആരായി തീരണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നീ എന്തായി തീരണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് വില്യം മനസ്സിലായി. ഇന്ത്യയിലേക്ക് പോവുക, അവിടുണ്ടായിരുന്ന ആൾക്കാരോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക, ആ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് യാത്രയായി. 1793 തൻ്റെ ഭാര്യയും തൻ്റെ 3 മക്കളെ കൂട്ടിക്കൊണ്ട് വില്യം കപ്പൽ കയറി. ഈ കപ്പൽ യാത്ര വളരെ പ്രയാസകരമായ ഒരു യാത്രയായിരുന്നു. ഏകദേശം 5 മാസം അവർക്ക് കപ്പലിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ 5 മാസം ഇതിനകത്ത് യാത്ര ചെയ്തതിനെ വില്യം എങ്ങനെയാണ് സമയം ചെലവഴിച്ചത്? അദ്ദേഹം കപ്പലിൽ ഇരുന്നുകൊണ്ട് ബംഗാളി ഭാഷ പഠിക്കുവാനായിട്ട് തുടങ്ങി. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാരോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം കൂടുതൽ സമയം ബൈബിൾ പഠിക്കുകയും ബൈബിൾ വായിക്കാനായിട്ടൊക്കെ ഈ കപ്പലിൽ ഇരുന്നുകൊണ്ട് സമയം ചെലവഴിച്ചു. അങ്ങനെ 5 മാസത്തെ യാത്രയ്ക്കൊടുവിൽ 1793 നവംബർ മാസം 11 ഇന്ത്യയിൽ കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത്
അവർ വന്നെത്തി. അവർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 15,000 മൈൽ ദൂരം അവർ സഞ്ചരിച്ചു. കൽക്കട്ടയിൽ അവർ വന്നെത്തി. അവർക്ക് താമസിക്കുവാനായിട്ട് ക്രമീകരിച്ച സ്ഥലത്ത് വേറൊരാൾ താമസിക്കുക. അതുകൊണ്ട് ആ താമസ സൗകര്യം അവർക്ക് നഷ്ടമായി. നീ എന്ത് ചെയ്യുമെന്ന് ഒരു നിമിഷം അവർ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലേക്കൂടെ ഒരു ഇംഗ്ലീഷുകാരനായ ഒരു മനുഷ്യൻ കയ്യിൽ തോക്കൊക്കെ പിടിച്ച് അദ്ദേഹം വരികയാണ്. അദ്ദേഹം എന്നുള്ള ഇവരുടെ വിഷയങ്ങൾ അദ്ദേഹം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ താമസിക്കുന്നിടത്ത് ഒരുപാട് സ്ഥലമുണ്ട്, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് പാർക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കിന് വില്യമിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം ദൈവത്തിന് വില്യം നന്ദി പറഞ്ഞു. എല്ലാ സാധ്യതകളും ഒരുപക്ഷെ നഷ്ടമായി നീ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിൽ നിന്നുടനെ ദൈവം അതിനു വേണ്ടി ചില വാതിലുകളെ അവിടെ തുറക്കുകയായിരുന്നു. കൂട്ടുകാരെ, നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളെ കരുതുവാനും നമ്മളെ സംരക്ഷിക്കുവാനും ഈ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം നമ്മൾ ക്രമപ്പെടുത്തി ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നുള്ളതിന് ഒരു തെളിവാണിത്. അങ്ങനെ വില്യം എന്തെന്നറിയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടി ആ സ്ഥലത്ത് വന്ന് താമസിക്കുവാനായിട്ട് ഇടയായിട്ട് വരുന്നു. ഏതാനും ചില നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയണമെന്നുള്ള വലിയൊരു ആകാംക്ഷയായിരുന്നു, ആഗ്രഹമായിരുന്നു. അങ്ങനെ ഏതാനും ചില നാളുകൾ കഴിഞ്ഞു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലൊന്നും അല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. തൻ്റെ വില്യമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ 3 മക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാനസികമായ പ്രയാസമുണ്ടായി. ഒരു പക്ഷേ വില്യമിൻ്റെ സ്ഥാനം നമ്മളുമല്ലോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നു. എൻ്റെ സാധ്യതകളെല്ലാം എനിക്ക് പ്രതികൂലമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ വില്യം അതിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണോ അത് നിർവഹിക്കുവാനായിട്ട് അവനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ചില ദിവസങ്ങൾ വില്യം എന്തെന്നറിയാമോ, ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല വേദനപ്പെടുത്തുന്ന പല കാഴ്ചകൾ വില്യമിന് കാണേണ്ടതായിട്ട് വന്നു. പല ആൾക്കാർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടേണ്ടതിന് പല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടോടനെ വളരെ വേദന വില്യമിന് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദിവസം അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വലിയൊരു കൊളുത്ത് കയറ്റി അദ്ദേഹത്തെ എന്തെന്നറിയാമോ ഇങ്ങനെ വട്ടം കറക്കുന്നതായ ഒരു കാഴ്ച. അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടോടനെ വളരെ വേദന വില്യമിന് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുമാത്രമല്ല പ്രിയകൂട്ടുകാരെ, ഒരു ദിവസം ഹുഗ്ലി നദിയുടെ തീരത്തു കൂടെ വില്യം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു നിലവിളിയൊക്കെ കേട്ട് തിരിഞ്ഞു നോക്കി വന്നേ ഒരു കണ്ട കാഴ്ച എന്താണെന്നറിയാമോ, അന്നത്തെ കാലത്ത് അവിടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഭർത്താവ് മരിച്ചു പോയാൽ ആ ചിതയിൽ ചാടി അല്ലെങ്കിൽ ആ ചിതയിൽ ഭാര്യയും ചാടി മരിക്കണമെന്നുള്ള ഒരു നിയമമായിരുന്നു, ഒരു സിസ്റ്റമായിരുന്നു. അങ്ങനെ വില്യം നോക്കി വന്നത് ഒരു ഭർത്താവ് മരിച്ചു പോയ ഭർത്താവിനെ അടക്കുന്ന ഒരു കാര്യമാണ്. ചിതയൊരുക്കി അദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന കാഴ്ച കണ്ടു. വേറെ ചില ആൾക്കാർ കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കമ്പുകൊണ്ടും കുന്തകൊണ്ടും കുത്തി ഈ തീക്കകത്തേക്ക് ഇടുന്ന ഒരു കാഴ്ച. വില്യം ഓടി വന്നു. അവർക്ക് നിങ്ങൾ എന്തേ കാണിക്കുന്നത്, ഈ സ്ത്രീയെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞ് അവരെ തടുക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അവരാരും അത് അംഗീകരിച്ചു. ഈ കാഴ്ച വില്യമിനെ വളരെയധികം വേദനപ്പെടും. നമുക്കറിയാം ഈ ഒരു സമ്പ്രദായം, സതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമാണ്. അന്ന് മുതൽ വില്യമിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വേദന, ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യണം, നമുക്കതിനായിട്ട് നിയമത്തിൽ എഴുതി ചേർക്കാനായിട്ട് പ്രവർത്തിച്ച ആളുകളിൽ ഒരാൾ വില്യം കേറിയായിരുന്നു. അപ്പോൾ വില്യം കേറി എന്തെന്നറിയാം, ആ ഒരു സമ്പ്രദായത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വില്യമിനെ വളരെയധികം വേദനിപ്പിക്കാനായിട്ട് തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്? അവർക്ക് ജീവനുള്ള ദൈവത്തെ അറിയില്ലായിരുന്നു. ആ ദൈവത്തിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്നേഹത്തെക്കുറിച്ചോ ഈ ജനങ്ങൾക്ക് അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ഭാരം വില്യം ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വില്യം എന്തെന്നറിയാമോ, ഈ ജനങ്ങൾക്ക് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ദിവസങ്ങളോളം അദ്ദേഹം മുട്ടുമേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ജനങ്ങൾ ജീവനുള്ള ദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. ഇവരുടെ ജീവിത ശൈലിക്ക് വലിയൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവരുടെ തെറ്റായിട്ടുള്ള അനുഷ്ഠാനങ്ങളിൽ നിന്ന് വലിയൊരു മാറ്റം ഇവർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് വില്യം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ എന്തെന്നറിയാമോ, കൂടുതൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് വില്യം തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുവാനായിട്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് വില്യം ശ്രമിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ വില്യം അവിടെ വന്നു പാർത്തു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, ഏകദേശം 6 വർഷം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ 6 വർഷത്തിനുള്ളിൽ ഒരാൾ പോലും യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. എങ്കിലും വില്യം എന്തെന്നറിയാമോ,
ഈ 6 വർഷത്തിനുള്ളിൽ തൻ്റെ പ്രവർത്തനം മുന്നോട്ട് നയിച്ചു. അവിടുത്തെ ആൾക്കാരെ പോയി കാണാൻ തുടങ്ങി, അവരോട് സംസാരിക്കാൻ തുടങ്ങി, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള സ്കൂളുകൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങി, അവർക്ക് നല്ല ആഹാരം അവർക്ക് നൽകി കൊടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആൾക്കാർ വില്യമിനെ കേൾക്കുവാനായിട്ട് വരും. പക്ഷേ അവർ വില്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാനായിട്ട് അവർ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ യേശുവിനെ അവരുടെ രക്ഷകനായ കർത്താവായി അംഗീകരിക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 5-5.5 വർഷം എടുത്ത് വില്യം എന്തെന്നറിയാമോ ബംഗാളി ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ബൈബിളെല്ലാം ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് വില്യമിൻ്റെ ചില സുഹൃത്തുക്കൾ മിഷണറിമാർ വരികയും ഒരു പ്രസ് വില്യം സ്വന്തമാക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ബൈബിൾ അവരെ അച്ചടിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ 6 വർഷം വില്യം ആ ദേശത്ത് പ്രവർത്തിച്ചു. ഒരാൾ പോലും യേശുവിനെ അവരുടെ രക്ഷകനായ കർത്താവായി അംഗീകരിച്ചില്ല. 7ാമത്തെ വർഷം എന്താ സംഭവിച്ചെന്നറിയാമോ? വില്യമിന്റെ ജീവിതം വലിയ സന്തോഷകരമായൊരു വർഷമായിരുന്നു. ആ ദേശത്തുണ്ടായിരുന്ന കൃഷ്ണപാൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം വില്യമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ നിത്യജീവൻ തരുന്ന, നമ്മളെ രക്ഷിക്കുന്ന ആ യേശുവിനെ എനിക്ക് ആവശ്യമാണ്, ഞാൻ യേശുവിൻ്റെ വകയായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കൃഷ്ണപാൽ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, കൃഷ്ണപാലും വില്യമും വേറെ ഉണ്ടായിരുന്ന മിഷണറിമാരും കൂടി ചേർന്ന് ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി. ആ ഗ്രാമങ്ങളിലൂടെ അവർ യാത്ര ചെയ്ത പല ആൾക്കാരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. കൃഷ്ണപാലിനെ കണ്ട പല ആൾക്കാർ കൃഷ്ണപാലിനെ ഉപദ്രവിക്കുവാനായിട്ടൊക്കെ തുടങ്ങി. എന്നാൽ കൃഷ്ണപാൽ അതിലൊന്നും പതറിപ്പോയില്ല. അവൻ അറിഞ്ഞ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ പറഞ്ഞു, യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ സ്നേഹിതനാണ്, അവൻ്റെ കൂടെ മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൻ എന്നെ കരുതിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായി കൃഷ്ണപാലിന് ഇടയായി തീർന്നു. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. വില്യം എന്തെന്നറിയാമോ തൻ്റെ സ്നേഹിതനോട് ചേർന്ന് പല ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്രയോ വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർ ആ പ്രസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോവുക. അതിലേക്ക് ഒരു ദിവസം ഒരു വാർത്ത കേട്ടു. എന്താണെന്നറിയാമോ? അതിനെ ഞെട്ടിച്ചു കളഞ്ഞ വാർത്തയാണ്. നല്ല അവരെ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന അവരുടെ പ്രസ്സിന് തീ പിടിച്ചിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ എത്രയോ വർഷം അധ്വാനിച്ച് അവർ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രസ്സിന് തീ പിടിച്ചിരിക്കുക. ഈ നാളുകളിൽ അവരുടെ അധ്വാനത്തെ നിഷ്ഫലമാക്കുവാനായിട്ട് ഒരു രാത്രിക്ക് സാധിച്ചു. നമ്മളാണ് എന്തെങ്കിലും സങ്കടപ്പെടുന്നത്? എത്രയോ നാളുകൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന പ്രസ് അതേ തീക്ക് ഇരയായി തീർന്നിരിക്കുക. പക്ഷെ ദൈവം നമ്മളെ കൈവിട്ടോ എന്നൊരു ചിന്ത നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. പക്ഷെ വില്യമിന്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ചിന്തിച്ച് കാണുമായിരിക്കുമോ? എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. ലേഖനം 8-28 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നമുക്കവിടെ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുക. വില്യമിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം അത് നന്മയ്ക്കാക്കി തീർത്തു. കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് വില്യമിന് ഇടയായി തീർന്നു. ശ്രദ്ധിച്ചു നോക്കി, വില്യമിൻ്റെ ഈ പ്രസ് തീ പിടിക്കുന്നതിന് 11 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇംഗ്ലീഷ് കമ്പനിക്കാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഒരു കോളേജ് സ്ഥാപിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വില്യമിൻ്റെ അടുക്കൽ ചില ആൾക്കാർ വന്ന് ചോദിച്ചു, ഈ കോളേജിൽ നീ അധ്യാപകനായിട്ട് ജോലി ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുമോ? വലിയ ഒരു നിമിഷം ചിന്തിച്ചു. കോളേജിൽ, ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച കോളേജിൽ പഠിപ്പിക്കുവാനായിട്ട്, ഭാഷ പഠിപ്പിക്കുവാനായിട്ട്, അല്ലെ ബംഗാളി അതുപോലെ മറാഠിയൊക്കെ പഠിപ്പിക്കുവാനായിട്ട് വില്യമിനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വില്യം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിന്റെ പദ്ധതിയാണോ ഇത്? ഞാൻ ആ കോളേജിൽ പഠിപ്പിക്കേണ്ടത് നിന്റെ ഇഷ്ടമാണോ? അവൻ ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ ദൈവം അവനൊരു മറുപടി നൽകി, ദൈവത്തിൻ്റെ ഹിതമാണത്. അങ്ങനെ വില്യം എന്തെന്നറിയാമോ അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇംഗ്ലീഷുകാർ നടത്തുന്ന കോളേജിൽ അവൻ പഠിപ്പിക്കുവാനായിട്ട് യാത്ര ചെയ്തു. എല്ലാ ദിവസവും ചൊവ്വാഴ്ച വൈകിട്ട് അവൻ ഹൂഗ്ലി നദിയിലൂടെ യാത്ര ചെയ്ത് ഏകദേശം 15 മൈൽ ദൂരമുള്ള, ഹൂഗ്ലി നദി യാത്ര ചെയ്ത് 15 മൈൽ ദൂരമുള്ള ഈ കോളേജിൽ പോയി പഠിപ്പിക്കും. ബുധൻ, വ്യാഴം, വെള്ളി, ശനി വെള്ളി ദിവസങ്ങളിൽ അവൻ ആ കോളേജിൽ പഠിപ്പിക്കും. അടുത്ത ദിവസം അവൻ തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരും. ഇപ്പോൾ അവർ താമസിക്കുന്നത് സെറാംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കാരണം അവരുടെ വർക്കൊക്കെ ഡെവലപ്പ് ചെയ്തു. അവരുടെ കുറേ കൂടി മിഷണറിമാരൊക്കെ വന്നു അവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ആദ്യം താമസ സ്ഥലത്ത് നിന്ന് സെറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ വന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹം ഈ കോളേജിലേക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഏകദേശം 30 വർഷം വില്യം എന്തെന്നറിയാമോ ഇംഗ്ലീഷുകാരുടെ കോളേജിൽ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വില്യമിന് ഒരു ആഗ്രഹം തോന്നി. എന്താഗ്രഹം എന്നറിയാമോ? ഒരു കോളേജ് സ്ഥാപിക്കേണ്ടത് ആവശ്യം, ഒരു കോളേജ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വില്യം ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇവിടുന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ ആൾക്കാരെ മിഷണറി വേലയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവരെ എക്വിപ്പ് ചെയ്യേണ്ടതിനായിട്ട് ഒരു കോളേജ് സ്ഥാപിക്കണമെന്ന് വില്യം ആഗ്രഹിച്ചു. അങ്ങനെ അവരുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എന്തെന്നറിയാമോ
1793 വില്യം സെറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളേജ് സ്ഥാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ അച്ഛന്മാരൊക്കെ പോയി വേദശാസ്ത്രം പഠിക്കുന്ന ഒരു സ്ഥലം, പല സ്ഥലത്തും പോയി വേദശാസ്ത്രം പഠിക്കുന്ന ഒരു സ്ഥലം സെറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാനായിട്ട് ദൈവം ആരെ ഉപയോഗിച്ചെന്നറിയാമോ? വില്യമിനെ ഉപയോഗിച്ചു. ഏകദേശം വില്യം ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. അവിടുത്തെ ഒരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ദേശത്ത് ചെറുപ്പക്കാരായ മിടുമിടുക്കരായ ചെറുപ്പക്കാർ ആദ്യ ബാച്ചിൽ പഠിക്കുവാനായിട്ട് വന്നു. അവർ പഠിച്ചിറങ്ങി പിന്നീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ തയ്യാറാകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ വില്യം എന്തെന്നറിയാമോ? തന്നെ ഭരമേൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വം അവൻ ചെയ്തെടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളൊക്കെ വില്യം വളരെയധികം തിരക്കോടുകൂടി ജീവിക്കാൻ തുടങ്ങി. അവന് കോളേജിൽ, ഈ 2 കോളേജുകളിൽ പഠിപ്പിക്കണം, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കണം, ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ വില്യം എൻഗേജിലാണ്. അതോടൊപ്പം തന്നെ വില്യം എന്ത് ചെയ്യുക? പ്രായത്തിലേക്ക്, അവൻ്റെ പ്രായം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പഴയതുപോലെ ഓടുവാനോ പഴയതുപോലെ അധ്വാനിക്കുവാനായിട്ടോ ഇപ്പോൾ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ പ്രായം അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്കിലും തന്നാലാകുന്ന രീതിയിൽ വില്യം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഇരിക്കുമ്പോഴാണ് ചെറുപ്പക്കാരനായ അലക്സാണ്ടർ ഡഫ് എന്ന് പറയുന്ന ഒരു മിഷണറി അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഡഫ് തിരിച്ചു പോകുന്ന സമയത്ത് വില്യം ഡഫിനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത് വില്യമിനെ കുറിച്ചാണ്. പക്ഷേ ഞാൻ ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കൽ പോലും വില്യമിനെ കുറിച്ച് പറയരുത്. പിന്നെയോ വില്യമിൻ്റെ രക്ഷകനായ യേശുവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. വില്യമിന് മനസ്സിലായി തൻ്റെ ജീവിതം അവസാനിക്കാനായിട്ട് പോവുക. തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ട സമയമായെന്ന് വില്യമിന് മനസ്സിലായി. അവസാന ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വില്യമിനെ വളരെയധികം പ്രവർത്തിക്കുവാനായിട്ട്, വില്യമിന് പ്രചോദനം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ഈ കൂട്ടുകാരെ, സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള വില്യം 2 കോളേജിൽ ഒരു പ്രൊഫസറാകുവാനായിട്ട്, പഠിപ്പിക്കുവാനായിട്ട്, ഒരു കോളേജ് സ്ഥാപിക്കുവാനായിട്ട് ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. എത്രയോ ഭാഷകളിൽ, ഏകദേശം 40ഓളം വരുന്ന ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്യാനായിട്ട് ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. 200-ലധികം സ്കൂളുകൾ സ്ഥാപിക്കുവാനായിട്ട് ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. എന്താ കാരണം അറിയാമോ? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, എനിക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് യെശയ്യാവ് ദൈവത്തോട് പറഞ്ഞതുപോലെ വില്യം കേരി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്നെ അറിയാത്ത ആയിരക്കണക്കിനുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് നിന്റെ വേലയ്ക്കായിട്ട് ഞാൻ പോകാം എന്ന് ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. 1834 ജൂൺ മാസം 9-ാം തീയതി സെറാംപൂരിൽ വെച്ച് വില്യം എന്ന് പറയുന്ന വില്യം കേരി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വലിയൊരു ദൗത്യം പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വില്യം ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച വില്യം കേറിയെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. വില്യം കേറിയെ മാത്രമല്ല ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ വില്യം കേറിയെ പോലെ ഒരു മുഴുസമയ മിഷണറി ആയിട്ട് ദൈവം നിങ്ങളെ വിളിക്കുവാണെങ്കിൽ മക്കളെ, ആ ദൈവത്തിൻ്റെ വിളിയോട് നോ പറയരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ച യേസ് എന്ന് പറഞ്ഞ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവരെയും വില്യം കേറിയെ പോലെ ഒരു മിഷണറി ആകണമെന്നില്ല. നമ്മളെവിടെയായിരിക്കുന്നുവോ അവിടെ ഒരു ദൈവ പൈതലായി തീരുക, യേശു കർത്താവിൻ്റെ വിശ്വസ്തരായ കുഞ്ഞുങ്ങളായി തീരുക. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാമോ? നല്ല അധ്യാപകരെ നമുക്ക് ആവശ്യമാണ്, നല്ല ഡോക്ടേഴ്സിനെ നമുക്ക് ആവശ്യമാണ്, നല്ല എഞ്ചിനീയേഴ്സിനെ നമുക്ക് ആവശ്യമാണ്. സമൂഹത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി തീരുക. കർത്താവെ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നമുക്ക് പറയാമോ? ഈ വർഷത്തെ VBSലൂടെ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു പർപ്പസുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ ആരാകണം, എന്താകണമെന്ന് നീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിൻ്റെ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 5 ദിവസം ഈ ദൈവം നമ്മളോട് സംസാരിച്ചു. കർത്താവേ, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെന്ന് നമുക്ക് പറയാനുള്ളൊരു സമയമാണ്. നമ്മുടെ തീരുമാനം ദൈവത്തോട് പറയാനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച പാട്ട് നമുക്ക് കൂടെ പാടാം. ആ സമയത്ത്
നമ്മൾ നമ്മളോട് തന്നെ ദൈവത്തോട് പറയുക. അതിൽ എന്നാ പറയുന്നതെന്നറിയാമോ? എത്ര നല്ല സ്നേഹിതൻ യേശുവിൻ ജീവിതം, യേശുവിൻ്റെ പൈതലായിട്ട് ഈ എത്ര നല്ല സ്നേഹിതൻ യേശുവിൻ ജീവിതം, യേശുവിൻ പൈതലായി ഞാൻ ജീവിക്കും. യോഗ്യനല്ലെങ്കിലും സ്നേഹത്താൽ വീഴുവാൻ ഞാൻ പൈതലായി തീർത്തതാൽ പാടുന്നില്ല. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്റെ പൈതലാക്കി എന്നെ തീർത്തതിനായിട്ട് നിനക്ക് നന്ദി പറയുന്നു. ആ പാട്ട് നമുക്ക് പാടാം. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ പാട്ട് നമുക്ക് പാടാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര നല്ല സ്നേഹിതൻ യേശുവിൻ ജീവിതേ, യേശുവിൻ പൈതലായി ഞാൻ ജീവിക്കും. എന്നിലെന്റെ ജീവനുള്ള നാളുകളെല്ലാം പാടിടും യേശുവിൻ സ്നേഹിതൻ പ്രിയനും. യോഗ്യനല്ലെങ്കിലും സ്നേഹത്താൽ വീണ്ടുതൻ പൈതലായി തീർത്തതാൽ പാടും ഞാൻ. യോഗ്യനല്ലെങ്കിലും സ്നേഹത്താൽ വീണ്ടുതൻ പൈതലായി തീർത്തതാൽ പാടും ഞാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിന്റെ പദ്ധതി എന്താണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനായിട്ട് നന്ദി. ഈ വീഡിയോസിലൂടെ ഇന്നത്തെ ക്ലാസ് കേട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉള്ളതിനായിട്ട് സ്തോത്രം. അമ്മയുടെ ദൂരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നീ ഞങ്ങളെ കണ്ടു, നീ ഞങ്ങളെ അറിഞ്ഞു. കർത്താവേ, നീ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷകനും നീ ഞങ്ങളുടെ സ്നേഹിതനുമാകിയാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ കർത്താവ് എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ജീവിക്കുന്നിടത്തോളം കാലം നിനക്കായി ജീവിപ്പാൻ എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ വകയ, ഞങ്ങൾ നിൻ്റെ സ്വന്തമാണ്. നീ അന്ത്യം വരെയും ഞങ്ങളെ പുലർത്താമെന്ന് അറിയിച്ചത് ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. കൂട്ടുകാരെ, നമ്മുടെ VBSൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസം നമുക്ക് VBSൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസവും വളരെ ശ്രദ്ധയോടെ ഈ VBSൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾ അയച്ചു തന്ന ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ കണ്ടു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് അതിൽ പങ്കെടുത്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളെ നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഇതേ സമയം 5 മണിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ VBSൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഈ VBS നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ VBSൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പാരൻസിനോടുള്ള നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.